Hey guys, welcome back to our channel. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് Who knows Sia with വെറൈറ്റി നമ്മളും ഫ്രഷ് ആയിട്ട് ചെയ്യുന്ന Who knows me better. നമ്മള് രണ്ടുപേരും ചെയ്ത് കഴിഞ്ഞതാണ്. ഇനിയുള്ളത് അല്ല എന്നെ അറിയണം, എന്നെ ഇവർക്ക് അറിയോന്ന് അറിയണല്ലോ. കുറച്ച് പേടിയുണ്ട് ഗൈസ്. കാരണം എന്ത് നമ്മള് കേൾക്കാത്ത പോലെ ഇഷ്ട സാധനങ്ങളൊക്കെ ചിലപ്പോ ഇവിടെ പിടിച്ചോണ്ട് വരാം. വീഡിയോ പറഞ്ഞൊരു കഥ, ചോക്ലേറ്റിന്റെ കഥ. അമ്മേ ഓക്കെ ഗൈസ്, അപ്പം ലിൻ പപ്പ. ഹലോ. ആ 1 2 3 start. ഓക്കെ ഗൈസ്, കഴിഞ്ഞില്ല ഇതിന്റെ എല്ലാ ഫോൺ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതെ, അപ്പോ ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്താ ചോദിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഭയങ്കര റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അവരോട് ചോദിക്കും. അപ്പോ ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അറിയുമെങ്കിൽ കൈപൊക്കുക, കൈപൊക്കിയതിന് ശേഷം മാത്രം ആൻസർ പറയാം. ആലോചിക്കാം. ഓക്കെ, അതാണല്ലോ ഗെയിം. അതിന്റെ ഒരു വൈബ് അല്ലെങ്കിൽ ആ കൈപൊക്കെ ലൈക്ക് യുനോ. അപ്പോ അങ്ങനെ, അപ്പൊ ഞാൻ ചോദിക്കാൻ പോകണം. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് കളർ? ബ്ലാക്ക്. ഇല്ല, ശരി, രണ്ടുപേർക്കും ഒന്നേ ഒന്ന്. ഓക്കെ, ഈസ് മൈ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ? ലൈക്ക് ഞാൻ പാരീസ്. പാരീസ് ആണ്, പക്ഷെ അറിഞ്ഞിട്ടുണ്ട്. ലണ്ടൻ. അല്ലല്ല സ്വിറ്റ്സർലൻഡ് ആണോ? അല്ല, ഐഫൽ ടവർ. അത് ഞാൻ അല്ലല്ല, ഞാൻ ഇന്നാളും കൂടി പോണെന്ന് വർക്കല. അല്ലല്ല അല്ലല്ല അബുദാബി. അല്ല, അത് നമ്മളിങ്ങനെ പറയും, ലൈക്ക് ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറഞ്ഞത് ചുമ്മാ നമ്മൾ പറയും. പക്ഷെ അതല്ലാണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ സ്കോട്ട്ലൻഡ് എല്ലാ ഞാൻ സീരീസ് ഒക്കെ കണ്ടിട്ട് ഞാൻ പറയും എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോണം, എന്റെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ്. റീസെന്റ് എന്റെ പേപ്പർ പോയിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാനത് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടുത്തെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പാരീസും ലണ്ടനാണ് ഞാൻ കൂടുതലായിട്ട് കേട്ടത്. അത് ഒരു ഡെസ്റ്റിനേഷൻ അല്ലേ? അതെനിക്ക് അതെ, ടർക്കി, ഇസ്താംബുൾ ആണ് ഞാൻ ഫേവറേറ്റ് പ്ലേസ്. എനിക്ക് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണ്. ഓക്കെ, 2-1. നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് മൈ height? 5.3. 5.2. രണ്ടുപേരും തെറ്റാണ്. 5.4. 4. ഞാൻ രണ്ടാമത് പറഞ്ഞു 5.4. ഇല്ലേ, നീ പറഞ്ഞേക്കാൾ വീണ്ടും പറഞ്ഞു. അത് അവിടെ പറഞ്ഞോണ്ടിരിക്കും. അല്ല, അവിടെ കൂട്ടാൻ പറ്റില്ല. നീ ഒന്നും അറിയില്ല. 5.4 ആണ്. ഓക്കെ, അതെല്ലാം എടുത്തത് ഞാനാ 3. ഓക്കെ, പക്ഷെ അതൊന്നും മാർക്കില്ല. ഓക്കെ ഓക്കെ, എനിക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. പക്ഷെ അത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര വയ്യെങ്കിലും ഞാൻ അത് ചെയ്യും. എത്ര സമയം എടുത്തിട്ട് പാട്ടുപാടും. ശരിയാണ്. ഇക്കിലേക്ക് 2 3. ആർക്ക് 3 നിൽക്കും? 3 2. ഓക്കെ, നെക്സ്റ്റ് വൺ. എന്റെ മാമോദിസ പേര്? എലിസബത്ത്. ഓക്കെ, എലിസബത്ത് എന്നാണ് എന്റെ മാമോദിസ പേര്. എന്റെ ആന്റി എന്നൊരു പേര് വിളിക്കും. എന്താണ് ആ പേര്? അനുന്റെ മമ്മി. പക്ഷെ നീ പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് അങ്ങനെ കുറെ നിക് നെയിംസ് ഒന്നുമില്ല. ഇതൊക്കെയാണ് എന്റെ പേരിന്റെ കൂടെ ഒരു സാധനം ചേർത്ത് അങ്ങനെ എന്തോ അടുത്ത് പറയട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് പക്ഷെ എന്താ
സിയാക്കൂസ് സിയാപ്പി എന്നൊക്കെ എന്നെ വിളിക്കാറുണ്ട്, ചിയാപ്പി എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ അതല്ലാണ്ട് എന്നെ വിളിക്കും സിയയുടെ കൂടെയാണ്. ആ സിയാപ്പിയാണ് എന്റെ ഓർമ്മയിലുള്ളത്. അത് ഇവര് വിളിക്കാറുള്ളത് സിയാബി. സിയാബി 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 ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. അവള് വലിയ വെയിറ്റിംഗ് ഒക്കെ തന്ന് എന്ത് ചോദിക്കും? ആ ഓക്കെ, ഇത് ഇവർക്ക് അറിയാം. ഞാൻ ചോദിക്കാം. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഡെസേർട്ട്? ഗുലാബ് ജാം. കഴിഞ്ഞ ബർത്ത്ഡേ ഞങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. നമ്മള് ഐ ബട്ടണില് കൊടുക്കാട്ടോ. അവരെനിക്ക് ഗിഫ്റ്റ് തന്നത് ഗുലാബ് ജാമുനായിരുന്നു. കുറെ സാധനം ഉണ്ടായിരുന്നു, പക്ഷെ ഗുലാബ് ജാമുനായിരുന്നു. ഞാനത് ആദ്യം പറയുന്നു ചോർത്ത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി എന്താ ചോദിക്ക? അല്ല, ഇതൊരു ഫണ്ണാണ്. ഇപ്പൊ ഒരാൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തെന്ന് വിചാരിക്കും. ഇപ്പൊ ഒരു ഫുൾ A+ കിട്ടിയെന്നോ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയെന്നോ. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് കൺഗ്രാറ്റ്സിന്റെ ഒപ്പം ഒരു കാര്യം പറയും. അതെന്താ? എന്താണ്? ഞാൻ അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഞാൻ അവരോട് ഒരു കാര്യം ചെലവ് ചോദിക്കും. അവള് നിന്റെ വളരെ അല്ല, സിയ ലിറ്ററലി എന്ത് പരിപാടി കഴിഞ്ഞാലും അപ്പൊ ചോദിക്കും ചെലപ്പോഴാ. അത് എന്തിന്റെ നമ്മളെന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് പുറത്തു പോയി എന്നാലും ചോദിക്കും എനിക്കൊന്നും നടന്നില്ലേ ചോദിക്കണ മുതലാണ്. ചെലവാണ്. ട്രീറ്റ് ഇല്ലേ? ട്രീറ്റ് എപ്പോ തരും? അതെ, അതാണ് ചോദിക്കുക. അതാ ഞാൻ പറയാം, ഭയങ്കര റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാ ചോദിക്കുന്നത്. കൂടുതൽ തിങ്ക് ചെയ്യാനുള്ളതില്ല. ചോദിക്കാൻ പോണത് ഇവരെന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നത്. സാധനങ്ങളാണ് എക്സ്പെക്ട് ചെയ്തത്. എൻ്റെ ഒരു തവണത്തെ ക്ഷീണം ഞങ്ങൾക്ക് മറന്നുണ്ടേ. ഓക്കെ, എന്താ ചോദിക്കാൻ പോണത്? ആണോ? ഓക്കെ, എനിക്ക് നമ്മുടെ ഇവിടുത്തെ പെരുന്നാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള വേറൊരു പള്ളിയിൽ പെരുന്നാൾ. ഇതേ അവസ്ഥ തന്നെയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ആൻസറൊക്കെ എനിക്ക് അറിയാം. ആ പാടുള്ള മാമോദിസ പേര് എലിസബത്താന്നുള്ള കാര്യം മറന്നുപോയി. അത് മാത്രമേ എനിക്ക് കിട്ടാത്ത ആൻസർ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോ ലിനിന്റെ തീർത്തപ്പോ എനിക്ക് എങ്ങനെയായിരുന്നു സിയെ ചടമടയിൽ ഉത്തരം പറഞ്ഞിരുന്നപ്പോ എനിക്ക് ഞാൻ എങ്ങനെ പ്രോസസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അറിയണതായിരുന്നു. ഇത് എനിക്കറിയില്ല, പിടിയ പണ്ട് പിന്നെ എനിക്ക് കുറച്ച് ഞാൻ തന്നിട്ടൊരു നിക്നെയിം ഉണ്ട്. കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അക്കൊന്നും ഇവിടേക്ക് കേട്ടു. ഞങ്ങൾ അക്ക് വെക്കുവായി. ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, അതൊന്നും പേരിട്ടില്ല. ഇവിടെ വേണമെങ്കിൽ വല്ല ചക്കു ഓക്കെ, നെക്സ്റ്റ് വൺ. പണ്ട് ഞാൻ കാറ്റിസത്തിന് എങ്ങനെയാ പോയിരുന്നത്? എന്റെ കൂടെ സൈക്കിളിന്റെ ബാക്കിൽ സുഖിച്ച് പ്രിൻസസ് ട്രീറ്റ്മെന്റിനെ കൊണ്ട് പണിയെടുപ്പിക്കും. അവള് സുഖിച്ചിരിക്കും, ബാക്കിലിരിക്കും, കയറിയിരിക്കും. പല പല വീഴ്ചകളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, പല പല സ്റ്റോറീസ് ഉണ്ട് അതില്, ഞാൻ കൊറേ കേട്ടിട്ടുണ്ട്. പിന്നെ ഇനി എന്ത് ചോദിക്കും? ഓക്കെ, മൈ ഫേവറേറ്റ് ഫുഡ്. അത് കുറച്ച് ടാസ്ക് ഉള്ളതാണ്. കാരണം അതെ, ബിരിയാണി ഇഷ്ടമാണ്, ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ്, ഇഷ്ടമാണ്. അതല്ല, മധുരമായിട്ട് ഫുഡ് ഐറ്റംസ് ആണ്. മീൻ, ചെമ്മീൻ, സീ ഫുഡ്. ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, പക്ഷെ ഞാൻ കൂടുതൽ ഇങ്ങനെ പിസ്സ, പിന്നെ പാസ്ത, ഇതൊക്കെയാണ്. പാസ്തയൊക്കെ ഞാൻ എപ്പോഴും ലൈക്ക് ഇങ്ങനെ പിസ്സ ആൻഡ് പാസ്തയാണ് എന്റെ ഫേവറേറ്റ്. പിന്നെ വേറെ പ്രശ്നം വെച്ചാൽ നമുക്ക് എന്ത് ഓടും. എനിക്കെല്ലാം ഇഷ്ടമാണ്, പക്ഷെ നമ്മൾക്കിപ്പോ ചോദിക്കുമ്പോ ഇഷ്ടം ചോദിക്കുമ്പോ ഇപ്പൊ കറന്റ്ലി ഉള്ളത് പിസ്സ ആൻഡ് പാസ്തയാണ്. നാളെ ചിലപ്പോ ബിരിയാണിയാണ്, പുതിയ ഫുഡ് വന്നു കഴിഞ്ഞാൽ. പിന്നെ സീ ഫുഡ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ
ഈ ചോദിക്കുന്നത് കഴിക്കാനായിട്ട് പോയിട്ടില്ലേ ഇങ്ങനെ അവള് കുക്ക് ചെയ്യുമ്പോഴും അങ്ങനത്തെ കുറെ കുക്ക് ചെയ്യാറുണ്ട്. അതെ അങ്ങനെ ഇരുന്നു. ചെമ്മീൻ ബിരിയാണി, എന്നിട്ട് ഞണ്ട് കറി. ഞണ്ട് ഇഷ്ടം, നല്ല ഇഷ്ടം. അതെ നീ എന്ന് പറഞ്ഞു ഇഷ്ടം. പക്ഷെ പറഞ്ഞപ്പോ നല്ല ഇഷ്ടം. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഇഷ്ടം. എനിക്കെല്ലാം ഇഷ്ടം. അതെ, പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഇതാണ് എന്റെ ഇഷ്ടം. ശരി, ഡിസാണ് ഇഷ്ടം. ഇനി ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്. സിംഗിൾ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാനൊരു പാർട്ട്ണറെ, എനിക്ക് ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പാർട്ട്ണർ എങ്ങനെയായിരിക്കും? ഓരോ ട്രാവൽ ചെയ്യണ ആളായിരിക്കും. ഇവൾക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ ആളെ കൊണ്ടുപോകണം. പിന്നെ അവളെ നല്ലോണം കെയർ ചെയ്ത് അവളെ ഇങ്ങനെ ഒരു കുഞ്ഞി കൊച്ചിനെ ഇതല്ല, എനിക്ക് എങ്ങനെ ട്രാവൽ ചെയ്യണമെന്നില്ല. അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ടത് ലൈക്ക് ഞാൻ മനസ്സിലാക്കണം, അണ്ടർസ്റ്റാൻഡിംഗേ പറയാറുള്ളൂ. ലോയൽ ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കണം എന്ന് പറയാറുള്ളൂ. ട്രാവലിംഗ് കെയർ ചെയ്യുന്നത് ഇഷ്ടമല്ല. അതൊക്കെ എനിക്ക് മനസ്സിലാക്കണം എന്ന് പറയാറുണ്ട്. അത് പിന്നെ ഏത് പാർട്ട്നേഴ്സിനായാലും അങ്ങനെയാണല്ലോ, അണ്ടർസ്റ്റാൻഡിംഗ്. മനസ്സിലാക്കണം. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇപ്പോഴത്തെ ഇതില് കാര്യം ഓക്കെ, ഇപ്പോഴത്തെ ജനറേഷനിൽ കുറെ പേര് ടൈം പാസ് ആയിട്ടും അങ്ങനെയുള്ളത് നമ്മൾ നോക്കുന്നില്ല. ലോയലായിരിക്കും നമ്മള്. ശരിക്കും പറഞ്ഞത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഇന്നത്തെ ജനറേഷനിൽ അത് എടുത്ത് പറയേണ്ടതായിട്ട് വരുന്നില്ലേ. ലോയലായിരിക്കണം, അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം എന്നൊക്കെ. അതാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ ട്രാവലിങ്ങും അതൊക്കെ ഉണ്ട്. പക്ഷെ അതുണ്ട്, അത് എല്ലാവർക്കും ഉണ്ടാവില്ല. പക്ഷെ നമ്മള് മനസ്സിലാക്കാത്തൊരു ആളുടെ കൂടെ ട്രാവൽ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പോണ വഴിക്ക് മൊത്തം തല്ലുകൊടുത്താണെങ്കിൽ അതിന് ഭേദം മനസ്സിലാക്കുന്ന ഒരാളുടെ കൂടെ വീട്ടിൽ ചായ കുടിച്ചിരിക്കുന്നതാണെങ്കിൽ അതല്ലേ. അപ്പൊ അങ്ങനെ ഇനി ചോദിക്കണോ? ഇനി വേണോ? ഇപ്പൊ എന്തായി? മാർക്കൊക്കെ എന്തായി? എന്റെ ലാസ്റ്റ് എത്രയായിരുന്നു? 6 അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഉത്തരം പറഞ്ഞു? അതെ, ഓക്കെ, കൂടുതൽ ഉത്തരവാണ് പറഞ്ഞത്. അപ്പൊ ഒരു പ്രശ്നം ചോദിക്കാം. അതാർക്ക് കിട്ടുന്നോ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം. കുറച്ച് ആലോചിച്ച് ചോദിക്കും. വെള്ളമല്ല, ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം. ഓക്കെ, ഇത് ഇവർക്ക് അറിയാൻ വഴിയില്ല. പിന്നെ ചോദിക്കാൻ അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എപ്പോഴും പറയാറില്ല. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് കാർ? മൈ ഫേവറേറ്റ് കാർ. എനിക്ക് കാറിന്റെ സാധനം അറിയില്ല. പക്ഷെ നിനക്ക് എന്ത് അല്ല, പക്ഷെ നിനക്ക് അല്ലല്ല, എന്റെ ഫേവറേറ്റ് കാറാണ് അത്. ഈ ജന്മം മൊത്തം പണിയെടുത്താൽ എനിക്ക് തരാൻ കിട്ടുന്നൊന്നുമില്ല. മിനി കൂപ്പർ അല്ല, ജി വാഗൺ. ഞാൻ എപ്പോഴും പറയാറ് ഇല്ല, ജി വാഗൺ ഞാൻ പറയാറുണ്ട്. എനിക്കറിയില്ല, ഇത് മാത്രം എനിക്കറിയാം. എനിക്ക് എനിക്ക് ഞാൻ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നത്. നന്ദി, നമസ്കാരം. ചിരിക്കണ ചെറുതായിട്ട് ആളുകൾ പറയും കടന്നു പോകാനായിരിക്കും. പേടിയുണ്ട് അങ്ങനെ നമുക്ക് ഇവിടെ ചോദിക്കുന്നത്. ഇവർ എക്സ്പെക്ട് ചെയ്തതായിരിക്കില്ല എന്നെ കിട്ടാൻ. ഇവർ ചിലപ്പോ സില്ലായിട്ട് എടുക്കുന്നതായിരിക്കും. ഞാൻ ഭയങ്കര ആരായിട്ട് ചോദിക്കും. അങ്ങനെ ആരായിട്ട് എടുക്കുന്നതായിരിക്കും, സിമ്പിളായിട്ട് ചോദിക്കും. ഇതിപ്പോ എന്ത് ചോദിക്കും? ഞങ്ങളോട് ചോദിക്കണേ. ഞങ്ങൾ ക്വസ്റ്റ്യൻ പറഞ്ഞ ഉത്തരം പറഞ്ഞാൽ ഞങ്ങള് തന്നെ പറയാം. ഓക്കെ, വെള്ള വീട്ടിൽ പട്ടിയുടെ പേര് സ്റ്റാമി. ഓക്കെ, ഒരു കാര്യം പറയാം. എന്റെ ലൈഫിലെ എന്റെ ഏറ്റവും വലിയൊരു ഗോൾ എന്താണ്? സ്റ്റാർട്ടിംഗ് ബിസിനസ് അല്ല. പാട്ട്, ഫാഷൻ ഡിസൈനർ അല്ല. ഡ്രസ്സുകളുടെ ഒരു ഇത് തുടങ്ങണം അല്ല. അതൊക്കെ ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യും? അതല്ല. ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫില്, അതായത് അതൊക്കെ ഉണ്ട്. ഇപ്പൊ പറഞ്ഞതൊക്കെ പാരന്റ്സ് പ്രൗഡ്. ഇല്ല, അമ്മയാണോ? അമ്മ.
എനിക്ക് ഇപ്പോഴാണ് കത്തിയത്. ഞാൻ ഇത് ഈ പറഞ്ഞ ബിസിനസ്സും ഫാഷൻ ഡിസൈൻ അല്ല അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, അതൊക്കെ ചെയ്യും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി പാരന്റ് ആവണം. അതെ അതാണ് കാര്യം. സിംഗിൾ ആണെങ്കിലും അപ്പൊ ഞാൻ എങ്ങനെയാണ് ജയിച്ചിരിക്കുന്നത്? നിങ്ങളത് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. പാരന്റ് നല്ലൊരു പാരന്റ് ആവണം. ഒരു നമ്മുടെ ഇവളുടെ കയ്യിലിരിപ്പ് വെച്ചിട്ട് അതുകൊണ്ടൊക്കെ ആഗ്രഹിക്കാം. നമ്മളെപ്പോഴും എന്നിട്ട് ആഗ്രഹിക്കാം നമുക്ക് പറ്റാത്ത കുറെ കാര്യങ്ങൾ. അങ്ങനെ എടുത്ത് എങ്ങനെയാണ് കറക്റ്റ് ഗൈസ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടിച്ചു പൊട്ടിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്റെ പോലെ പോയി ഗൈസ്. ഞങ്ങളെന്ത് ചെയ്യാം? ബൈ.